രാത്രിയും കഴിഞ്ഞ നേരത്താണ് അവളെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആ ഹോസ്പിറ്റൽ ഗ്രൗണ്ടിനുള്ളിലേക്ക് എത്തിയത്. കാലുകുത്താൻ ഇടമില്ലായിരുന്നു അവിടെ. നേരം അവളുടെ വരവ് പ്രതീക്ഷിച്ച ചാനലുകാരും ഒപ്പം ധാരാളം സാധാരണക്കാരും തിങ്ങി നിറഞ്ഞിരുന്നവിടെ. അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ വലഞ്ഞു പോലീസ് സേന. കഴിഞ്ഞ ഒരാഴ്ചയോളം പോലീസുകാർ കേരള സംസ്ഥാനത്തെ ഓരോ മനുഷ്യരും ജീവനോടെ തിരികെ കിട്ടണമെന്ന് തിരഞ്ഞിരുന്ന ഒരുവളാണ് ആംബുലൻസിൽ. ഇതിക മോഹൻ, അതാണ് അവളുടെ പേര്. വളരെ സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റ് ആണ് അവൾ. ആരാധകരേറെ ഉള്ളവൾ. അവളെ കാണാതെയായിട്ടും അല്ല, തട്ടിക്കൊണ്ടു പോയിട്ട് ഒരാഴ്ചയായി. കുഞ്ഞുനാൾ തൊട്ട് കൂടപ്പിറപ്പിനെ പോലെ അവൾ കൂടെ കൊണ്ട് നടന്നിരുന്നവൾ. അവളുടെ കൂട്ടുകാരി സാന്ദ്ര തോമസ് ആണ് അവളെ തട്ടിക്കൊണ്ടുപോയത്. അതും തന്റെ പ്രണയം ഇതിക നിരസിച്ചതിന്റെ പേരിൽ. പെണ്ണിന് പെണ്ണിനോട് പ്രണയം തോന്നുന്നത് ഇന്ന് സാധാരണ സംഭവമായി തീർന്നെങ്കിലും തന്റെ പ്രണയം സ്വീകരിക്കാത്തത് കൊണ്ട് മാത്രം ഒരുവൾ മറ്റൊരുവളെ കൊല്ലാൻ, അതും റേപ്പ് ചെയ്ത് ക്രൂരമായി കൊല്ലുമെന്ന് പോലീസിനെയും മാധ്യമങ്ങളെയും ലൈവായി വീഡിയോയിൽ വന്ന് വെല്ലുവിളിച്ചുകൊണ്ടൊരു തട്ടിക്കൊണ്ടുപോകൽ സംസ്ഥാനത്തെ ആദ്യത്തെ സംഭവമായി. നാടൊട്ടുക്കും അലഞ്ഞ് പോലീസും ജനങ്ങളും ഒപ്പം മീഡിയയും അവരെ തിരഞ്ഞ്. സാന്ദ്രയുടെ വീടിന് നേർക്ക് ശക്തമായ ജനരോഷം ഇരമ്പി. ജന്മം കൊടുത്ത മാതാപിതാക്കൾ വെറുത്തു, ശപിച്ചു. തങ്ങളുടെ മകൾ കാരണം ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ഇതികയ്ക്ക് വേണ്ടി അവരും തിരിഞ്ഞു പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നീ രാത്രിയിലാണ് ഇതികയെ കണ്ടുകിട്ടിയെന്ന വാർത്ത വന്നത്. അപ്പോൾ മുതലുള്ള കാത്തിരിപ്പാണ് ഓരോ മനുഷ്യനും അവൾക്ക് വേണ്ടി. അവർക്കിടയിലേക്കാണ് ആംബുലൻസിലുള്ള അവളുടെ ഈ വരവ്. ആംബുലൻസ് നിർത്തിയതും ഡോറ് തുറന്നൊരു സ്ട്രക്ചർ 2 പോലീസുകാർ അതീവ ശ്രദ്ധയോടെ അതിൽ നിന്നിറക്കി താഴെ വെച്ചതും അവളുടെ മുഖം സ്ക്രീനിൽ പകർത്താനായി ക്യാമറകളും മൊബൈൽ ക്യാമറകളും തയ്യാറാക്കി റെഡിയായി നിന്നവർ അത് പ്രവർത്തിക്കാൻ കൂടി മറന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. അത്ര ഭീകരമായിരുന്നു അവളുടെ അവസ്ഥ. ഒരു ശരീരമെന്ന് പറയാൻ പോലും സാധിക്കാത്ത വിധം ക്രൂരമായി പിച്ചി പറിച്ചിരുന്നു അവളെ. മുറിഞ്ഞുടർന്ന ചുണ്ടുകളും കൺപോളകളുമെല്ലാം രക്തമൊഴുകി കട്ട പിടിച്ചിട്ടുണ്ട്. കവിളുകളിൽ 2ലും പല്ലമർന്ന് ആഴത്തിൽ മുറിവുണ്ടായതിൽ ഇപ്പോഴും നേരിയ അളവിൽ രക്തം പൊടിയുന്നുണ്ട്. ഇതെല്ലാം അവളിൽ ചെയ്തിരിക്കുന്നത് അവളുടെ കൂട്ടുകാരിയാണെന്ന് അവൾ വിശ്വസിച്ചിരുന്ന സാന്ദ്ര തോമസ് തന്നെയാണ്. അവളുടെ പ്രണയ സാക്ഷാത്കാരത്തിന് കൂട്ടം കൂടി തിങ്ങി നിൽക്കുന്നവർക്കിടയിൽ അവളെയും വഹിച്ച സ്ട്രക്ചർ വേഗത്തിൽ നീങ്ങിയതും സ്ട്രക്ചറിൽ നിന്നും താഴേക്ക് തൂങ്ങിയാടി ഇതികയുടെ വലം കൈ. അത് കണ്ടതും ആൾക്കൂട്ടത്തിൽ ഏകനായി മാറി നിന്നൊരുവന്റെ മിഴികളിൽ പകയുടെ കനലെറിഞ്ഞു. അവന്റെ പകയുടെ കനൽ അവൻ ധരിച്ചിരുന്ന പോലീസ് യൂണിഫോം വിയർപ്പിൽ കുതിർന്നു. ഒരു പുരുഷൻ, പ്രത്യേകിച്ച് ക്രൂരമായി മാനസിക വൈകല്യമുള്ളൊരുവൻ, ഒരു പെൺകുട്ടിയുടെ ശരീരത്തെ എത്ര ക്രൂരമായി ഭോഗിക്കുമോ അതിൻ്റെ 10 മടങ്ങ് ക്രൂരതയാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിനോട് മറ്റേ പെൺപിശാച് ചെയ്തിരിക്കുന്നത്. ജീവൻ തിരിച്ചു കിട്ടിയാൽ പോലും ആ പെൺകുട്ടി അത് അനുഭവിച്ചതിൻ്റെ ട്രോമയിൽ നിന്നും കരകയറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സർ. തനിക്ക് മുന്നിലിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഇതികയുടെ ആരോഗ്യകാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഡോക്ടർ ജെന്നിയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് ICU യൂണിറ്റിനുള്ളിൽ ജീവന് വേണ്ടി പോരാടുന്നവളുടെ ശരീരവും അതിൽ സാന്ദ്ര ചെയ്തു വച്ച ക്രൂരതകളുമാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് അറിഞ്ഞുകൊണ്ട് ഇത്രയും വേദനിപ്പിക്കാൻ സാധിക്കില്ല ഒരിക്കലും. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, സാന്ദ്ര തോമസ് ഇതികയെ സ്നേഹിച്ചിട്ടില്ല. പകരം അവളുടെ ശരീരത്തെ സ്നേഹിച്ചു, ക്രൂരമായി സ്നേഹിച്ചു. നിങ്ങളുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ട സാന്ദ്ര എൻ്റെ കയ്യിൽ ഒരിക്കലെങ്കിലും കിട്ടിയാൽ ഭൂമിയിലെ നരകം അവളെ ഞാൻ കാണിച്ചിരിക്കും, തീർച്ച. രോഷമടങ്ങാതെ പറയുന്ന ഡോക്ടർ ജെനിയെ അലസമായെന്ന് നോക്കി വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഷ്ടി ദേഷ്യം നിയന്ത്രിക്കാനെന്ന വിധം ചൂരുട്ടി പിടിച്ചിരുന്നു. കടപ്പല്ലുകൾ ഞെരിച്ചമർത്തിയവൻ. അതാണവൻ, ആൽബിൻ. കഴിഞ്ഞ 4-5 വർഷമായി ഇതികയെ നെഞ്ചിലേറ്റ് നടക്കുന്ന ഇതികയുടെയും സാന്ദ്രയുടെയും പോലീസ് സുഹൃത്ത് CI ആൽബിൻ ആന്റണി. ഒരു പ്രണയമൊന്നും ഇതികയുടെ മനസ്സിൽ ആരോടും ഇല്ലെന്നതിനാൽ തൻ്റെ ഇഷ്ടം വർഷങ്ങളായി അവളോട് പറയാതെ മനസ്സിലടക്കിയ ആൽബിൻ ഒരാഴ്ച മുമ്പ് ഒരു നാളിൽ, കൃത്യമായി പറഞ്ഞാൽ ഇതികയെ സാന്ദ്ര തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ആദ്യമായി തൻ്റെ പ്രണയം ഇതികയുടെ മുൻപിൽ ആൽബിൻ വെളിപ്പെടുത്തിയത്. ഇന്നിതികയ്ക്കൊപ്പമുണ്ടായിരുന്ന സാന്ദ്രയുടെ ഭാവമാറ്റം പക്ഷേ ആൽബിൻ കണ്ടില്ല. ആൽബിൻ ഒരു മറുപടി നൽകാമെന്ന് ഇതിക പറഞ്ഞ ദിവസം തന്നെയാണ് സാന്ദ്രയുടെ ക്രൂരമായ ഇടപെടൽ. ഇതിക നിറയെ വയറുകളുള്ള ട്യൂബുകളും കണക്ട് ചെയ്തിരുന്ന ഇതികയ്ക്ക് അരികെ ഇരുന്ന് വിളിക്കുമ്പോൾ തൊണ്ടയിൽ കനം തിങ്ങിയ ആൽബിന് നീറിപ്പിടഞ്ഞവന്റെ മിഴികൾ. തിരിച്ചറിയാൻ കഴിയാത്ത വിധം നീര് വന്ന് വീർത്തിട്ടുണ്ട് ഇതികയുടെ മുഖവും ശരീരവും. നേർത്തൊരു വെള്ള ഷീറ്റിനാൽ മറച്ച അവളുടെ ശരീരമാകെ സാന്ദ്രയുടെ പല്ലുകളും നഖങ്ങളും ആഴത്തിലാഴ്ന്ന പാടുകളേറെയുണ്ടെന്ന് ഡോക്ടർ ജെന്നിയുടെ വാക്കുകൾ ഓർമ്മയിൽ തെളിഞ്ഞതും ആൽബിന്റെ തൊണ്ടയിൽ ഒരു കരച്ചിൽ ഞെരിഞ്ഞമർന്നു. ഇതികയുടെ മരണം ഉറപ്പിക്കാനായി സാന്ദ്ര ഇതികയെ ക്രൂരമായി പീഡിപ്പിച്ച് രസിച്ചതിന് ശേഷം അവളുടെ കൈഞ്ഞരമ്പുകൾ അറുത്തും വിട്ടിരുന്നു. പോലീസ് കണ്ടെത്തുമ്പോൾ ധാരാളം രക്തം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അവൾ. ഇതിക മോളെ, ആൽവിൻ വിളിച്ചതും ഒന്ന് പിടഞ്ഞ് ഇതികയുടെ മിഴികൾ. അവയിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ അവളുടെ ചെവിക്കരികിലൂടെ ഒഴുകി പടർന്നു. തിരിച്ചു വരണം, കാത്തിരിക്കുന്നുണ്ട് ഞാൻ നിനക്കായി ഇവിടെ.
എന്നെ ഇനിയും കാത്തിരിപ്പിക്കരുത്. അവൾക്കൊട്ടും നോവില്ലെന്ന് ഉറപ്പിച്ച് അവളുടെ കാതോരം ആൽബിൻ പറഞ്ഞ നിമിഷം ഒന്നുയർന്ന ഇതികയുടെ ശ്വാസം ക്രമേണ നേർരേഖയിലാവുന്നത് അത്ഭുതത്തോടെയാണ് ഡോക്ടർ ജെന്നി നോക്കി നിന്നത്. ഞാനൊരു യാത്ര പോവുകയാണ് ഡോക്ടർ. തീർക്കാനുള്ളൊരു കണക്ക് മറ്റാരും അറിയാതെ തീർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അത് തീർത്ത് ഞാൻ വരുമ്പോഴേക്കും എൻ്റെ പെണ്ണിനെ മിടുക്കിയായി വെക്കണം. ഞങ്ങൾക്ക് കെട്ടാനുള്ളതാണ് വേഗം, ആത്മവിശ്വാസത്തോടെ പറയുന്ന ആൽബിനെ നിറചിരിയോടെ നോക്കി ജെന്നി. ബാക്കി വെച്ച കണക്ക് തീർക്കുമ്പോൾ അതിൽ എൻ്റേത് കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം സാർ തീർക്കാൻ. തനിക്കരികിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവനോട് പുറകിൽ നിന്ന് മെല്ലെ പറയുമ്പോൾ ഡോക്ടർ ജെന്നിക്ക് ഉറപ്പാണ് അവൻ തീർക്കാൻ പോണത് സാന്ദ്രയുടെ കണക്കാണെന്ന്. മറ്റാരുടെയും കയ്യിൽ അകപ്പെടാതെ സാന്ദ്രയെ ഒളിപ്പിച്ചത് ആൽബിൻ തന്നെയാണ് അവൻ്റെ കണക്കുകൾ തീർക്കാൻ. ഒരു പുഴുവിനെ പോലെ ആൽബിന് മുൻപിൽ കിടന്ന് പുളഞ്ഞു സാന്ദ്ര അന്നേരം. ഞാൻ എത്ര സ്നേഹിച്ചതാണ് ആൽബി അവളെ. നിന്നേക്കാൾ മുന്നേ, നിന്നേക്കാൾ അധികം അവളെ സ്നേഹിച്ചത് ഞാനാണ്. ആ അവളെ നിനക്ക് വിട്ടുതരാൻ കഴിഞ്ഞില്ലെനിക്ക്, കഴിയുകയുമില്ല. എൻ്റെ പ്രണയം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾക്കിഷ്ടം നിന്നെയാണ്. അതും കാലപ്പഴക്കമുള്ള മറ്റാരോടും പറയാത്ത പ്രണയമാണ് അവൾക്ക് നിന്നോട്. ഒരിക്കലും എൻ്റേതാവില്ലെന്ന് അവൾ വെല്ലുവിളിച്ചപ്പോൾ ചെയ്തു പോയതാണ് ഞാനതെല്ലാം. പറ്റിപ്പോയി ആൽബി, എന്നെ രക്ഷിക്കണം നീ. ആൽബിയുടെ കാൽക്കീഴിൽ പ്രാണന് വേണ്ടി ഇരുന്നു കെഞ്ചി സാന്ദ്രയെങ്കിലും അവളെ യാതൊരു അലിവുമില്ലാതെ നോക്കി ആൽബിൻ. ഇഷ്ടമുണ്ടായിട്ടാണോ ഒതുടി നീ അതിനിങ്ങനെ കൊല്ലാക്കൊല ചെയ്തത്? ആത്മാർത്ഥമായി അവളെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ, പ്രണയിച്ചിരുന്നെങ്കിൽ അവളെ ഒന്ന് നുള്ളിപ്പോലും നീ നോക്കില്ലായിരുന്നു. നിനക്കൊരിക്കലും മാപ്പില്ല സാന്ദ്ര. പേ പിടിച്ച നായയെ പോലെയാണ് നീ എൻ്റെ കൊച്ചിനെ കടിച്ചു കൊടുഞ്ഞിട്ടിരിക്കുന്നത്. നീ ചെയ്തതിന് നീ അനുഭവിച്ച് തന്നെ ചാവണം. ദാഹിച്ചൊരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ ഭയന്ന് നീ ചാവണം. അതിന് നല്ലത് ആ ജീവിയാണ്, നിന്നെ പോലെ പേ പിടിച്ചൊരു നായ. അത് തന്നെയാണ്. അത് ചെന്തിൻ്റെ കൂടെ കിടന്ന് നരകിച്ച് ചാവ് നീയും. സാന്ദ്രയ്ക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ കഴിയുന്നതിന് മുൻപേ അവളെ മുന്നിലെ ഇരുട്ടിലെ മുറിയിലേക്ക് തള്ളിയിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ആൽബിൻ. നായയുടെ കുരയും സാന്ദ്രയുടെ ദയനീയമായ കരച്ചിലും ആ മുറിക്കുള്ളിൽ നിന്ന് ഉയരുമ്പോൾ പുറം ലോകം ഇനി കാണില്ല സാന്ദ്രയെന്ന് ഉറപ്പിച്ച് അവിടെ നിന്ന് തിരിച്ചു നടന്നു ആൽബിൻ അവൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക്, അവൻ്റെ പ്രണയത്തെ നേടാൻ. ശുഭം. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്